വെൽക്കം ടു ഓൾ. എല്ലാവർക്കും സീക്രട്ട് പി എസ് സിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പ്ലസ് 1 പ്ലസ് 2 പരീക്ഷകളിൽ PSC ചോദിച്ച ഭരണഘടനാ ചോദ്യങ്ങളാണ്. പ്ലസ് 1 പ്ലസ് 2 പാഠപുസ്തകങ്ങളിൽ നിന്നെടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭരണഘടനാ ചോദ്യങ്ങളാണ്. ഇനി വരുന്ന പരീക്ഷകൾക്ക് പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങൾ കേട്ടോ. അപ്പൊ നമ്മൾ ഇതിന്റെ ഒരു ക്ലാസ് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ആ ക്ലാസ്സുകൾ കാണാതെ വേണമെങ്കിൽ പോയി കാണാം. അതുപോലെ തന്നെ നമ്മുടെ ചാനലിന്റെ പ്രീവിയസ് ആയിട്ട് ക്ലാസ്സുകളും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ ക്ലാസ്സുകൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യാം. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? പാർലമെന്റ് നിയന്ത്രണങ്ങൾ സാധ്യമാക്കുന്നുണ്ട്. ഇവയിൽ ഏതൊക്കെ മാർഗങ്ങളിലൂടെയാണ് പാർലമെന്റ് നിയന്ത്രണങ്ങൾ സാധ്യമാക്കുന്നത്? ഇവയിൽ ഏതൊക്കെ മാർഗങ്ങളിലൂടെയാണ്? ഏതൊക്കെയാണ് നോക്കി? സംവാദത്തിലൂടെ, ചോദ്യങ്ങളിലൂടെയും നോട്ടീസുകളിലൂടെയും പ്രമേയത്തിലൂടെ. ഈ മൂന്ന് മാർഗങ്ങളിലൂടെയും പാർലമെന്റ് നിയന്ത്രണങ്ങൾ സാധ്യമാക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് നേരിട്ടുള്ള പൊതു നിയന്ത്രണം എന്ന് വെച്ചാൽ എന്താണ് നേരിട്ടുള്ള പൊതു നിയന്ത്രണം എന്ന് പറയുന്നത്? നമുക്ക് നേരിട്ടുള്ള പൊതു നിയന്ത്രണത്തെ മൂന്നായിട്ട് തന്നിരിക്കാം. അതാണ് ഇപ്പൊ തന്നിട്ടുള്ളത് കേട്ടോ. ഡെലിഗേഷൻ ഉൾക്കൊള്ളുന്ന നിയമത്തെ കുറിച്ചുള്ള സംവാദത്തിലൂടെ ഡെലിഗേഷൻ ഉൾക്കൊള്ളുന്ന നിയമത്തെ കുറിച്ചുള്ള സംവാദത്തിലൂടെ എന്ന് വെച്ചാൽ ഡെലിഗേഷന്റെ ആവശ്യകത, വ്യാപ്തി, ഏത് തരം ഡെലിഗേഷൻ ഏൽപ്പിച്ചിരിക്കുന്ന അതോറിറ്റി എന്നിവ ഉൾപ്പെട്ട പാർലമെന്റ് അംഗങ്ങൾക്ക് എന്തും ചർച്ച ചെയ്യുവാനുള്ള അധികാരമുണ്ട്. അതായത് നമുക്ക് പാർലമെന്റ് നിയന്ത്രണങ്ങളിൽ വരുന്നതാണ് നേരിട്ടുള്ള പൊതു നിയന്ത്രണം എന്ന് പറയുന്നത്. ഈ നേരിട്ടുള്ള പൊതു നിയന്ത്രണത്തിന്റെ അണ്ടറിൽ വരുന്നതാണ് ഈ സംവാദത്തിലൂടെ, ചോദ്യങ്ങൾ, നോട്ടീസ്, പ്രമേയത്തിലൂടെയൊക്കെ നമുക്ക് ഈ നിയന്ത്രണങ്ങൾ സാധ്യമാക്കാം എന്ന് പറയുന്നത്. അപ്പൊ അതിൽ നേരിട്ടുള്ള പൊതു നിയന്ത്രണത്തിൽ വരുന്ന ഫസ്റ്റ് പോയിന്റ് ആണ് ഡെലിഗേഷൻ ഉൾക്കൊള്ളുന്ന നിയമത്തെ കുറിച്ചുള്ള സംവാദത്തിലൂടെ. ഈ സംവാദത്തിലൂടെ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് വരുന്നതെന്നാണ് ഇവിടെ പറയുന്നത്. എന്തൊക്കെയാണ്? ഡെലിഗേഷന്റെ ആവശ്യകത, വ്യാപ്തി, ഏത് തരം ഡെലിഗേഷൻ ഏൽപ്പിച്ചിരിക്കുന്ന അതോറിറ്റി എന്നിവ ഉൾപ്പെടെ പാർലമെന്റ് അംഗങ്ങൾക്ക് എന്തും ചർച്ച ചെയ്യുവാനുള്ള അധികാരമുണ്ട്. നെക്സ്റ്റ്, ചോദ്യങ്ങളിലൂടെയും നോട്ടീസുകളിലൂടെയും നമുക്ക് നിയന്ത്രിക്കാമെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ അതും ശരിയാണ്. അതുപോലെ തന്നെ നിയമനിർമ്മാണ അധികാരങ്ങൾ ഡെലിഗേറ്റ് ചെയ്യുന്നതിന്റെ ഏത് വശത്തെക്കുറിച്ചും അത് അംഗത്തിന് ചോദ്യം ചോദിക്കാം. അതൃപ്തി ഉണ്ടെങ്കിൽ പ്രൊസീജിയർ ആൻഡ് കണ്ടക്ട് ഓഫ് ബിസിനസ് ഇൻ ലോക്സഭ റൂൾസിലെ ചട്ടം 59 പ്രകാരം ചർച്ചയ്ക്ക് നോട്ടീസും നൽകാം. എന്താ പറയുന്നത്? ചോദ്യങ്ങളിലൂടെയും നോട്ടീസുകളുടെയും ഈ നിയന്ത്രണങ്ങൾ നൽകാമെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. ചോദ്യങ്ങളിലൂടെയും അതുപോലെ തന്നെ നോട്ടീസുകളിലൂടെയും ഈ പാർലമെന്റ് നിയന്ത്രണങ്ങൾ സാധ്യമാക്കുന്നുണ്ട്. അതെങ്ങനെയെന്ന് വെച്ചാൽ എന്താണ് പറയുന്നത്? നിയമനിർമ്മാണ അധികാരങ്ങൾ ഡെലിഗേറ്റ് ചെയ്യുന്നതിന് ഏത് വശത്തെ കുറിച്ചിട്ടും ആൾക്കാർക്ക്, ഏത് അംഗത്തിന് വേണമെങ്കിലും ചോദ്യം ചോദിക്കാനായിട്ട് പറ്റും. ഏതെങ്കിലും അതൃപ്തി ഉണ്ടാകുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നോട്ടീസും അയക്കാം, നോട്ടീസും നൽകാം. നെക്സ്റ്റ്, സഭയിൽ നോട്ടീസുകളും പ്രമേയങ്ങളും അവതരിപ്പിക്കുന്നതിലൂടെ വെച്ചാണ് അധികാരത്തിന്റെ ഡെലിഗേഷൻ അടിയന്തരവും ഉടനടിയുമാണെങ്കിൽ അതിന്മേൽ സർക്കാരിന്റെ മറുപടി തൃപ്തികരമല്ലെന്ന് തോന്നുന്ന പക്ഷം ഏതൊരു അംഗത്തിനും പ്രമേയം അവതരിപ്പിച്ച് സഭയുടെ ശ്രദ്ധ ആ വിഷയത്തിലേക്ക് ക്ഷണിക്കാവുന്നതാണ്. അപ്പൊ എന്തൊക്കെയാണ് നമ്മളിവിടെ പറഞ്ഞത്? പാർലമെന്റിന്റെ നിയന്ത്രണങ്ങൾ സാധ്യമാകുന്ന 3 മാർഗങ്ങളിലൂടെയാണ്. ഏതൊക്കെയാണ്? സംവാദത്തിലൂടെ, ചോദ്യങ്ങളിലൂടെയും നോട്ടീസുകളിലൂടെയും പ്രമേയത്തിലൂടെയും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗത്തെയും സ്ഥിരം കാര്യനിർവഹണ വിഭാഗത്തെയും കുറിച്ചുള്ള പ്രസ്താവനകൾ വായിക്കുക. രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗത്തെയും സ്ഥിരം കാര്യനിർവഹണ വിഭാഗത്തെയും കുറിച്ചുള്ള പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. നമുക്കിതിൽ എന്താണ് ശരിയായതെന്നാണ് തിരഞ്ഞെടുക്കേണ്ടത്. തെരഞ്ഞെടുപ്പിലൂടെയാണ് രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗത്തെ തെരഞ്ഞെടുക്കേണ്ടത്. ആണല്ലോ, രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗത്തെ തെരഞ്ഞെടുക്കുന്നത് തെരഞ്ഞെടുപ്പിലൂടെയാണ്. ശരിയാണ്. സ്ഥിര കാര്യനിർവഹണ വിഭാഗം അവർ വിരമിക്കുന്നത് വരെ സേവനം തുടരുന്നു. നമുക്കറിയാലേ, സ്ഥിര കാര്യനിർവഹണ വിഭാഗം PSC പോലെയുള്ള അപ്പോയിന്റ്മെന്റ്സിലൂടെ ജോലി ലഭിക്കുന്ന ആൾക്കാരല്ലേ, അവര് വിരമിക്കുന്നത് വരെ എന്ത് ചെയ്യുന്നുണ്ട്? സേവനം തുടരുന്നുണ്ട്. അതും ശരിയാണ്. ഭരണത്തിൽ രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗത്തെ സഹായിക്കുന്ന ഉദ്യോഗസ്ഥരെയാണ് സ്ഥിര കാര്യനിർവഹണ വിഭാഗം എന്ന് പറയുന്നത് അല്ലെ. ശരിയാണല്ലോ. ഭരണത്തിൽ രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗത്തെ സഹായിക്കുന്ന ഉദ്യോഗസ്ഥരെയാണ് സ്ഥിര കാര്യനിർവഹണ വിഭാഗം എന്ന് പറയുന്നത്. രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗത്തിന് ഉദാഹരണമാണ് പ്രധാനമന്ത്രി. പ്രധാനമന്ത്രി എന്ന് പറയുന്നത് എന്തിന് ഉദാഹരണമാണ്? രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗത്തിന് ഉദാഹരണമാണ്. അപ്പൊ ഈ പറഞ്ഞതൊക്കെ ശരിയാണ്. അപ്പൊ നമുക്ക് ഓരോ വിഭാഗം പഠിക്കാം. അപ്പൊ നമുക്ക് ഇതിൽ ആദ്യം പറഞ്ഞ പോയിന്റ്സ് നമുക്ക് നോക്കാം. തെരഞ്ഞെടുപ്പിലൂടെയാണ് രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗത്തെ തെരഞ്ഞെടുക്കുന്നത്. സ്ഥിര കാര്യനിർവഹണ വിഭാഗം അവർ വിരമിക്കുന്നത് വരെ സേവനം തുടരുന്നുണ്ട്. ഭരണത്തിൽ രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗത്തെ സഹായിക്കുന്ന ഉദ്യോഗസ്ഥരെയാണ് സ്ഥിര കാര്യനിർവഹണ വിഭാഗം എന്ന് പറയുന്നത്. രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗത്തിന് ഉദാഹരണമാണ് പ്രധാനമന്ത്രി. അപ്പൊ ഇതിൽ രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗം എന്ന് വെച്ചാൽ എന്താണ്? ജനപ്രതിനിധികളും
തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലൂടെ ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെടുന്നവരുമായ വിഭാഗമാണ് രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗം. അപ്പൊ രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗം എന്ന് വെച്ചാൽ ആരാണ്? ജനപ്രതിനിധികളും തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലൂടെ ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെടുന്ന വിഭാഗത്തെയാണെന്ന് പറയുന്ന രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗം എന്ന് പറയുന്നത്. അവർ ഒരു നിശ്ചിത കാലയളവിലേക്ക് മാത്രം ഭരിക്കുന്നു. നിശ്ചിത കാലയളവിലേക്ക് മാത്രമാണ് അല്ലെ തെരഞ്ഞെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ ഭരിക്കുന്നത്. എങ്ങനെയാണ്? ഒരു നിശ്ചിത കാലയളവിലേക്കാണ്. എക്സാമ്പിൾ ആരൊക്കെയാണ്? രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി തുടങ്ങിയവരൊക്കെ എന്താണ്? രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗത്തിൽ വരുന്നവയാണ്. ഇനി സ്ഥിരം കാര്യനിർവഹണ വിഭാഗം. സ്ഥിരം കാര്യനിർവഹണ വിഭാഗം എന്ന് വെച്ചാൽ സർക്കാരിൽ ജോലി ചെയ്യുന്ന സിവിൽ സർവീസുകാരാണ് സ്ഥിര കാര്യനിർവഹണ വിഭാഗം എന്ന് പറയുന്നത്. അപ്പൊ സ്ഥിര കാര്യനിർവഹണ വിഭാഗത്തിൽ ആരാണ് വരുന്നത്? സർക്കാരിൽ ജോലി ചെയ്യുന്ന സിവിൽ സർവീസുകാരാണ് സ്ഥിര കാര്യനിർവഹണ വിഭാഗം. രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗത്തിന് കീഴിൽ സേവിക്കാനാണ് സർക്കാർ അവരെ നിയമിക്കുന്നത്. അപ്പൊ സർക്കാർ നിയമിക്കുന്നത് എന്തിനാണ് അവരെ? രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗത്തിന് കീഴിൽ സേവിക്കാനാണ് സർക്കാർ അവരെ നിയമിക്കുന്നത്. ഭരണകക്ഷി മാറിയാലും അവർ അധികാരത്തിൽ തുടരുന്നു. ഭരണകക്ഷി മാറിയാലും അവർക്ക് അധികാരത്തിൽ തുടരാം. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്? രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗമുണ്ട്, സ്ഥിര കാര്യനിർവഹണ വിഭാഗമുണ്ട്. ഈ രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗം എന്ന് വെച്ചാല് ജനപ്രതിനിധികളും തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലൂടെ ജനങ്ങൾ തെരഞ്ഞെടുക്കപ്പെടുന്ന വിഭാഗത്തെയാണ് ഈ രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗത്തിൽ വരുന്നത്. അതെന്ന് വെച്ചാൽ ആരൊക്കെയാണ്? പ്രധാനമന്ത്രി, പ്രസിഡന്റ്, ഉപരാഷ്ട്രപതി ഒക്കെ അതിൽ വരുന്നതാണ്. അപ്പൊ ഇവര് നിശ്ചിത കാലയളവിലേക്ക് മാത്രമാണ് ഭരിക്കുന്നത്. എന്നാൽ ഇവരുടെ കീഴിൽ വരുന്ന ജോലികൾ ചെയ്യുന്നതിനായിട്ടാണ് എന്ത് പറയുന്നത്? ഈ സ്ഥിര കാര്യനിർവഹണ വിഭാഗക്കാർ എന്ന് പറയുന്നത്. സ്ഥിര കാര്യനിർവഹണ വിഭാഗം വെച്ചാൽ സർക്കാരിൽ ജോലി ചെയ്യുന്ന സിവിൽ സർവീസുകാരെയാണ് സ്ഥിര കാര്യനിർവഹണ വിഭാഗം എന്ന് പറയുന്നത്. അതായത് രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗത്തിന് കീഴിൽ സേവിക്കാനാണ് സർക്കാർ ഇവരെ നിയമിക്കുന്നത്. ഭരണകക്ഷി മാറിയാലും അവർക്ക് അധികാരത്തിൽ തുടരാൻ, അല്ലെ അവരുടെ കാലാവധി കഴിയുന്നത് വരെ അവർക്ക് അധികാരത്തിൽ തുടരാനായിട്ട് പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? 3 ലിസ്റ്റുകളെ കുറിച്ച് പ്രതിപാദ്യമുള്ള ഭരണഘടനയിലെ പട്ടിക ഏതാണ്? 3 ലിസ്റ്റുകൾ ഏതൊക്കെയാണ്? നമുക്കറിയാം 3 യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ 3 ലിസ്റ്റുകളെ കുറിച്ച് പ്രതിപാദിച്ച ഭരണഘടനയിലെ പട്ടിക ഏതാണ്? ഇത് ഇമ്പോർട്ടന്റ് ആണ്. കുറെ ക്വസ്റ്റ്യന് നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് കോൺസ്റ്റിറ്റ്യൂഷന്റെ ചെയ്തിട്ടുണ്ട്. 2025 ചോദിച്ച ചോദ്യങ്ങൾ, ഇതുവരെ എക്സാമുകളിൽ ചോദിച്ച ചോദ്യങ്ങൾ 2 ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ ക്ലാസ്സുകളിൽ കാണുന്നവർക്ക് അറിയാം ആ ലിസ്റ്റുകളെ കുറിച്ച് കൂടുതലായിട്ട് ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പൊ ഏതാണ്? 3 ലിസ്റ്റുകളെ കുറിച്ച് പ്രതിപാദ്യമുള്ള ഭരണഘടനയിലെ പട്ടിക എന്ന് പറയുന്നത് എത്രാമത്തെ പട്ടികയാണ്? 7ാം പട്ടിക. 7ാം പട്ടികയിലാണ് ലിസ്റ്റുകളെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. ആർട്ടിക്കിൾ ചോദിക്കുകയാണെങ്കിൽ എത്രയാണ്? ലിസ്റ്റുകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയുടെ അനുച്ഛേദം എന്ന് പറയുന്നത് അനുച്ഛേദം 246 അനുച്ഛേദം 246. യൂണിയൻ ലിസ്റ്റിൽ പരാമർശിച്ചിട്ടുള്ള വിഷയങ്ങളിൽ നിയമം നിർമ്മിക്കുവാൻ അധികാരമുള്ളത് ആർക്കാണ്? പാർലമെന്റിനാണ്. നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്തപ്പോൾ കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലെ. ഒന്നാമത്തെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ലിസ്റ്റുകളെ കുറിച്ച് പ്രതിപാദിക്കുന്നത് എത്രാമത്തെ പാർട്ട് തന്നെയായിരുന്നു ക്വസ്റ്റ്യൻ. അതുപോലെ തന്നെ പിന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഇതുപോലെ തന്നെ എന്തായിരുന്നു? സ്റ്റേറ്റ്മെന്റ്സ് ആയിട്ട് ഇതുപോലെ തന്നെ ഈ സംഭവം തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. യൂണിയൻ ലിസ്റ്റിലുള്ളത് ആർക്കാണ് അധികാരമുള്ളതും അതുപോലെ തന്നെ സംസ്ഥാന ലിസ്റ്റിലുള്ളത് ആർക്കാണ് അധികാരം എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. തെറ്റിച്ചൊരു പ്രസ്താവനയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ക്ലാസ്സുകൾ നന്നായിട്ട് ആ ഒരു സമയത്ത് തന്നെ പഠിച്ചു പോകാനായിട്ട് നോക്കാട്ടോ. അപ്പൊ ഏതാണ് പറയുന്നത്? യൂണിയൻ ലിസ്റ്റിൽ പരാമർശിച്ചിട്ടുള്ള വിഷയങ്ങൾ നിയമം നിർമ്മിക്കുവാനുള്ള അധികാരം ആർക്കാണ്? പാർലമെന്റിനാണ്. യൂണിയൻ ലിസ്റ്റിൽ പരാമർശിച്ചിട്ടുള്ള വിഷയങ്ങൾ നിയമം നിർമ്മിക്കാനുള്ള അധികാരം പാർലമെന്റിനാണ്. സംസ്ഥാന ലിസ്റ്റിലെ വിഷയങ്ങളിൽ നിയമനിർമ്മാണ അധികാരം ആർക്കാണ്? സംസ്ഥാന നിയമസഭകൾക്കാണ്. സംസ്ഥാന ലിസ്റ്റിലെ വിഷയങ്ങളിൽ നിയമനിർമ്മാണ അധികാരമുള്ളത്. പാർലമെന്റിനും സംസ്ഥാന നിയമസഭകൾക്കും നിയമനിർമ്മാണ അധികാരമുള്ള സംയുക്ത ലിസ്റ്റാണ് കൺകറന്റ് ലിസ്റ്റ്. പാർലമെന്റിനും സംസ്ഥാന നിയമസഭകൾക്കും അതായത് രണ്ടെണ്ണത്തിനും വേണ്ടിയിട്ട് നിയമനിർമ്മാണ അധികാരമുള്ള സംയുക്ത ലിസ്റ്റ് എന്ന് പറയുന്നത് ഏതാണ്? കൺകറന്റ് ലിസ്റ്റ് ആണ്. അപ്പൊ യൂണിയൻ ലിസ്റ്റ് ഉണ്ട്, സ്റ്റേറ്റ് ലിസ്റ്റ് ഉണ്ട്, കൺകറന്റ് ലിസ്റ്റ് ഉണ്ട്. യൂണിയൻ ലിസ്റ്റ് എന്ന് ചില നിർമ്മിക്കുവാനുള്ള അധികാരം എന്ന് പറയുന്നത് യൂണിയൻ ലിസ്റ്റിനാണ്. എന്നാൽ സംസ്ഥാന നിയമസഭകൾക്കാണ് സംസ്ഥാന ലിസ്റ്റിലെ വിഷയങ്ങളിൽ അധികാരമുള്ളത്. പാർലമെന്റിനും സംസ്ഥാന നിയമസഭകൾക്കും നിയമനിർമ്മാണ അധികാരമുള്ളത് ഉള്ള ലിസ്റ്റിനെയാണെന്ന് പറയുന്നത് കൺകറന്റ് ലിസ്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യയുടെ നീതിന്യായ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ നൽകിയിരിക്കുന്നു. ഗവൺമെന്റിന്റെ ലെജിസ്ലേറ്റീവ്, എക്സിക്യൂട്ടീവ് ബ്രാഞ്ചുകൾ ജുഡീഷ്യറിയുടെ ചുമതലകൾ നിർവഹിക്കുവാനുള്ള കഴിവിൽ ഇടപെടുന്നില്ല എന്ന് പറയുന്നത്. നമുക്കതിൽ തെറ്റായതാണ് തിരഞ്ഞെടുക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഗവൺമെന്റിന്റെ ലെജിസ്ലേറ്റീവ്, എക്സിക്യൂട്ടീവ് ബ്രാഞ്ചുകൾ ജുഡീഷ്യറിയുടെ ചുമതലകൾ നിർവഹിക്കുവാനുള്ള കഴിവിൽ ഇടപെടുന്നില്ല എന്ന് പറയുന്നത് ശരിയാണ്.
സുപ്രീം കോടതിക്ക് താഴെ ഹൈക്കോടതികൾ, അവയ്ക്ക് താഴെയാണ് ജില്ലാ കീഴ്ക്കോടതികൾ എന്ന് പറയുന്നത്. ആണല്ലോ, ശരിയാണല്ലോ. സുപ്രീം കോടതിക്ക് താഴെയാണ് ഹൈക്കോടതി വരുന്നത്, അതിന് താഴെയാണ് ജില്ലാ കീഴ്ക്കോടതികൾ വരുന്നത്, അതും ശരിയാണ്. ആർട്ടിക്കിൾ 124 മുതൽ 148 വരെ സുപ്രീം കോടതിയെ കുറിച്ച് പ്രതിപാദിക്കുന്നു എന്ന് പറയുന്നുണ്ട്. സുപ്രീം കോടതിയെ കുറിച്ച് പ്രതിപാദിക്കുന്ന 124 മുതൽ 147 വരെയാണ്. 147 വരെയാണ് സുപ്രീം കോടതിയെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. അപ്പൊ ഇത് തെറ്റായത് മൂന്നാമത്തെ ഇതാണ് അല്ലെ. അതായത് നമ്മൾ എന്താ പറഞ്ഞത്, ഗവൺമെന്റിന്റെ ലെജിസ്ലേറ്റീവ് എക്സിക്യൂട്ടീവ് ബ്രാഞ്ചുകൾ ജുഡീഷ്യറിയുടെ ചുമതലകൾ നിർവഹിക്കുവാനുള്ള കഴിവ് ഇടപെടുന്നില്ല. സുപ്രീം കോടതിക്ക് താഴെ ഹൈക്കോടതി, ഇതിന് താഴെയാണ് ജില്ലാ കീഴ്ക്കോടതി വരുന്നത്. സുപ്രീം കോടതിയെ കുറിച്ച് പ്രതിപാദിക്കുന്നത് 124 മുതൽ 147 വരെയാണ്. നമുക്ക് നോക്കാം അതുമായി ബന്ധപ്പെട്ടിട്ട്. ആർട്ടിക്കിൾ 124 മുതൽ 147 വരെയാണ് സുപ്രീം കോടതിയെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. 124 മുതൽ 147 വരെയാണ്. ഇന്ത്യയിലെ പരമോന്നത നീതിപീഠമാണ് സുപ്രീം കോടതി. ചോദിച്ചിട്ടുണ്ടല്ലോ, ഇന്ത്യയിലെ പരമോന്നത നീതിപീഠമാണ് സുപ്രീം കോടതി. മേൽക്കോടതികളുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ് കീഴ്ക്കോടതികൾ പ്രവർത്തിക്കുന്നത്. മേൽക്കോടതികളുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ് കീഴ്ക്കോടതികൾ പ്രവർത്തിക്കുന്നത്. ഇനി സുപ്രീം കോടതി ജഡ്ജിയായ ആദ്യ മലയാളി ആരാണ്? സുപ്രീം കോടതി ജഡ്ജിയായ ആദ്യ മലയാളി ആരാണ്? പി ഗോവിന്ദ മേനോൻ. പി ഗോവിന്ദ മേനോൻ. ആർട്ടിക്കിൾ 124 മുതൽ 147 വരെ 147 വരെയാണ് സുപ്രീം കോടതിയെ കുറിച്ച് പ്രതിപാദിക്കുന്ന. ഇന്ത്യയിലെ പരമോന്നത നീതിപീഠമാണ് സുപ്രീം കോടതി. മേൽക്കോടതികളുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ് കീഴ്ക്കോടതികൾ പ്രവർത്തിക്കുന്നത്. സുപ്രീം കോടതി ജഡ്ജിയായ ആദ്യത്തെ മലയാളി ആരാണ്? പി ഗോവിന്ദ മേനോനാണ്. സുപ്രീം കോടതിയുടെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് ആരാണ്? H.J. കനിയ അല്ലെ, ഹരിലാൽ ജെ കനിയാണ് സുപ്രീം കോടതിയുടെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ്. സുപ്രീം കോടതി ജഡ്ജിയായ ആദ്യ വനിത ആരാണ്? എ ഫാത്തിമ ബീവിയാണ്. ഫാത്തിമ ബീവിയാണ്. അപ്പൊ നമ്മൾ എന്താ പറയുന്നത്, സുപ്രീം കോടതി ജഡ്ജിയായ ആദ്യ മലയാളി ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ആരാണ്? പി ഗോവിന്ദ മേനോനാണ്. പി ഗോവിന്ദ മേനോനാണ്. ഇനി അതല്ല, നമുക്ക് ചോദിക്കുന്നത് സുപ്രീം കോടതിയുടെ ആദ്യ ചീഫ് ജസ്റ്റിസ് ആരാന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഹരിലാൽ ജെ കനിയാണ്. സുപ്രീം കോടതി ജഡ്ജിയായ ആദ്യ വനിതയാണ് ഫാത്തിമ ബീവി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇവയിലെ ഏതൊക്കെ വിഷയങ്ങളിലാണ് ലോകസഭയ്ക്കും രാജ്യസഭയ്ക്കും തുല്യാധികാരം ലഭിക്കാത്തത്? ഏതൊക്കെ വിഷയങ്ങളിലാണ് ലോകസഭയ്ക്കും രാജ്യസഭയ്ക്കും തുല്യാധികാരം ലഭിക്കാത്തത്? നോക്കി നോക്കാം. സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ജഡ്ജിമാരെ നീക്കം ചെയ്യൽ തുല്യാധികാരമാണല്ലോ അല്ലെ. ലോകസഭയ്ക്കും രാജ്യസഭയ്ക്കും തുല്യാധികാരമാണ്. ഒരു ക്വസ്റ്റ്യൻ നോക്കി വെക്കാട്ടോ, കാരണം നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ചെയ്തപ്പോൾ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനെയല്ലാന്ന് മാത്രം, കുറച്ചും തിരിച്ചിട്ടാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് മാത്രം. രാഷ്ട്രപതിയെ നീക്കം ചെയ്യലിന് ലോകസഭയ്ക്ക് രാജ്യസഭയ്ക്കും തുല്യാധികാരമാണുള്ളത്. അതുപോലെ ഭരണ ഭേദഗതികൾ ചെയ്യുന്നതിനും ലോകസഭയ്ക്ക് രാജ്യസഭയ്ക്കും തുല്യാധികാരമുണ്ട്. എന്നാൽ മണി ബില്ലുകൾ പാസ്സാക്കുന്നതിന് രാജ്യസഭയ്ക്ക് ലോകസഭയ്ക്കും തുല്യാധികാരമില്ല. ലോകസഭയ്ക്ക് മാത്രമാണ് അല്ലെ അധികാരങ്ങളും പദവിയൊക്കെ ഈ ലോകസഭയ്ക്ക് മാത്രമാണ് അല്ലെ. അതായത് മണി ബിൽ അവതരിപ്പിക്കുന്ന എവിടെയാണ്? ആദ്യം അവതരിപ്പിക്കുന്ന ലോകസഭയിലാണ്, പിന്നീടാണ് രാജ്യസഭയിലേക്ക് അയക്കുന്നത്. ഈ രാജ്യസഭയിലേക്ക് അയക്കുന്ന ബില്ലുകൾ അവർക്ക് രാജ്യസഭ എന്തെങ്കിലും മറുപടി പറയുകയാണെന്നുണ്ടെങ്കിൽ തന്നെ അവർക്ക് ഒന്നില്ല എന്നുണ്ടെങ്കിൽ അത് നിരാകരിക്കാം. അവർക്ക് അത് എടുക്കണം എന്നുണ്ടെങ്കിൽ എടുക്കാമില്ല, വേണമെന്നുണ്ടെങ്കിൽ എടുക്കാതിരുന്നാലും കുഴപ്പമില്ല എന്നാണ് പറയുന്നത്. അപ്പോ മണി ബില്ലുകൾ പാസ്സാക്കൽ വരുന്നില്ല. അപ്പൊ നമുക്ക് നോക്കാം. ഇനി പറയുന്ന വിഷയങ്ങളിൽ രാജ്യസഭയുടെ അധികാരങ്ങളും പദവിയും ലോകസഭയ്ക്ക് തുല്യമാണ്. സാധാരണ ബില്ലുകളുടെ ആമുഖവും പാസ്സാക്കലും. സാധാരണ ബില്ലുകളുടെ ആമുഖവും പാസ്സാക്കലിനും രാജ്യസഭയ്ക്ക് അധികാരമുണ്ട്. എന്നാൽ മണി ബില്ലിന് അധികാരമില്ല. ഭരണഘടനാ ഭേദഗതി ബില്ലുകളുടെ ആമുഖവും പാസ്സാക്കലും. സെയിം അധികാരമാണ്. പ്രസിഡന്റിന്റെ തെരഞ്ഞെടുപ്പും ഇംപീച്ച്മെന്റും എന്നാണ് സെയിം അധികാരമാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 312 പ്രകാരം ഒരു പുതിയ അഖിലേന്ത്യാ സർവീസ് സൃഷ്ടിക്കുന്ന കാര്യത്തിൽ രാജ്യസഭയ്ക്ക് പ്രത്യേക അധികാരമുണ്ട്. അപ്പോ 312 പ്രകാരമാണെങ്കിൽ ഒരു പുതിയ അഖിലേന്ത്യാ സർവീസ് സൃഷ്ടിക്കുന്ന കാര്യത്തിൽ രാജ്യസഭയ്ക്ക് പ്രത്യേക അധികാരമുണ്ട്. കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കും പൊതുവായുള്ള പുതിയ അഖിലേന്ത്യാ സേവനങ്ങൾ സൃഷ്ടിക്കുവാൻ പാർലമെന്റിനെ അധികാരപ്പെടുത്തുവാൻ ഇതിന് കഴിയും. അപ്പൊ 312 പറയുന്ന അഖിലേന്ത്യാ സർവീസ് സൃഷ്ടിക്കുന്ന കാര്യത്തിൽ രാജ്യസഭയ്ക്ക് പ്രത്യേക അധികാരമുണ്ട് എന്ന് പഠിച്ചു വയ്ക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു രാഷ്ട്രീയ പാർട്ടി ദേശീയ പാർട്ടിയായി അംഗീകരിക്കപ്പെടാൻ എന്താണ് വേണ്ടത്? കുറഞ്ഞത് 4 സംസ്ഥാനങ്ങളിലെങ്കിലും
സംസ്ഥാന പാർട്ടിയായി അംഗീകരിക്കപ്പെട്ടിട്ടുണ്ടായിരിക്കണം. അതായത് ഒരു രാഷ്ട്രീയ പാർട്ടി ദേശീയ പാർട്ടിയായിട്ട് അംഗീകരിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഇതുണ്ട് അല്ലെ. അതിലൊന്നാണ് പറയുന്നത് കുറഞ്ഞത് 4 സംസ്ഥാനങ്ങളിലെങ്കിലും സംസ്ഥാന പാർട്ടിയായിട്ട് അംഗീകരിക്കപ്പെട്ടിട്ടുണ്ടായിരിക്കണം. പിന്നെ വരുന്ന എന്താണ്, 4 അതിലധികമോ സംസ്ഥാനങ്ങളിലെ ഒരു നിയമസഭയിലോ ലോകസഭാ പൊതു തെരഞ്ഞെടുപ്പിലോ സാധുവായ വോട്ടിന്റെ 6% നേടുകയും ഏതെങ്കിലും സംസ്ഥാനങ്ങളിൽ നിന്നോ ലോക്സഭാ പൊതു തെരഞ്ഞെടുപ്പിൽ കുറഞ്ഞത് 4 സീറ്റുകളെങ്കിലും നേടുകയും വേണം. എന്താണ് പറഞ്ഞത് 4 അതിലധികമോ സംസ്ഥാനങ്ങളിലെ ഒരു നിയമസഭയിലോ ലോക്സഭാ പൊതു തെരഞ്ഞെടുപ്പിലോ സാധുവായ വോട്ടിന്റെ 6% നേടണം. അല്ലെങ്കിൽ ഏതെങ്കിലും സംസ്ഥാനങ്ങളിൽ നിന്നോ ലോക്സഭയിൽ നിന്ന് 4%, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കുറഞ്ഞ 4 സീറ്റുകളെങ്കിലും നേടിയിട്ടുണ്ടായിരിക്കണം. ലോക്സഭാ പൊതു തെരഞ്ഞെടുപ്പിൽ മൊത്തം ലോക്സഭാ സീറ്റുകളുടെ 2% വിജയിക്കണം. ലോക്സഭാ പൊതു തെരഞ്ഞെടുപ്പിൽ മൊത്തം ലോക്സഭാ സീറ്റുകളുടെ 2% വിജയിക്കണം. കുറഞ്ഞത് 3 സംസ്ഥാനങ്ങളിൽ നിന്നെങ്കിലും ഈ സീറ്റുകൾ നേടേണ്ടതുണ്ട്. കുറഞ്ഞത് 3 സംസ്ഥാനങ്ങളിൽ നിന്നെങ്കിലും ഈ സീറ്റുകൾ നേടണം. കുറഞ്ഞത് 4 സംസ്ഥാനങ്ങളിലെങ്കിലും സംസ്ഥാന പാർട്ടിയായിട്ട് അംഗീകരിക്കപ്പെട്ടിട്ടുണ്ടായിരിക്കണം. കുറഞ്ഞത് 4 സംസ്ഥാനങ്ങളിലെങ്കിലും സംസ്ഥാന പാർട്ടിയായിട്ട് അംഗീകരിക്കപ്പെട്ടിട്ടുണ്ടായിരിക്കണം. അപ്പൊ എന്തൊക്കെയാണ് പറഞ്ഞത്? ഒരു രാഷ്ട്രീയ പാർട്ടി ദേശീയ പാർട്ടിയായിട്ട് അംഗീകരിക്കപ്പെടാൻ 4 അതിലധികമോ സംസ്ഥാനങ്ങളിലെ ഒരു നിയമസഭയിലോ ലോക്സഭാ പൊതു തെരഞ്ഞെടുപ്പിലോ സാധുവായ വോട്ടിന്റെ 6% നേടാം. അല്ലെങ്കിൽ ഏതെങ്കിലും സംസ്ഥാനങ്ങളിൽ നിന്നോ ലോക്സഭയിൽ പൊതു തെരഞ്ഞെടുപ്പിൽ കുറഞ്ഞ 4 സീറ്റുകളെങ്കിലും നേടാം. ലോക്സഭാ പൊതു തെരഞ്ഞെടുപ്പിൽ മൊത്തം ലോക്സഭാ സീറ്റുകളുടെ 2% വിജയിക്കണം. കുറഞ്ഞത് 3 സംസ്ഥാനങ്ങളിൽ നിന്നെങ്കിലും ഈ സീറ്റുകൾ നേടേണ്ടതുണ്ട്. കുറഞ്ഞത് 4 സംസ്ഥാനങ്ങളിലെങ്കിലും സംസ്ഥാന പാർട്ടിയായിട്ട് അംഗീകരിക്കപ്പെട്ടിട്ടുണ്ടായിരിക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്ന ആരാണ്? ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്? പാർലമെന്റിലെ ഇരുസഭകളിലെയും അംഗങ്ങളാണ് ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്. പാർലമെന്റിലെ ഇരുസഭകളിലെയും അംഗങ്ങളാണ്. പാർലമെന്റിലെ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളാണ് പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളാണ്. പാർലമെന്റ് ഇരുസഭകളിലെ അംഗങ്ങളാണ് ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്. രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നതോ പാർലമെന്റിലെ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളായിരിക്കും. ഇനി ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പിനെ കുറിച്ച് പറയുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? 66(3). ഉപരാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പറയുന്ന ഭരണഘടനാ വകുപ്പാണ് 66(3). ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ പാർലമെന്റ് അംഗങ്ങൾ മാത്രമേ വോട്ട് ചെയ്യൂ. സംസ്ഥാന നിയമസഭാ അംഗങ്ങൾക്ക് വോട്ട് ചെയ്യാൻ പാടില്ല. ഉപരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ പാർലമെന്റ് അംഗങ്ങൾക്ക് മാത്രമേ വോട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സംസ്ഥാന നിയമസഭാ അംഗങ്ങൾക്ക് വോട്ട് ചെയ്യാനായിട്ട് പാടില്ല. 35 വയസ്സ് പ്രായമുള്ളവർക്ക് മാത്രമേ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിക്കുവാൻ സാധിക്കൂ. അപ്പോ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിക്കണമെന്നുണ്ടെങ്കിൽ എത്ര വയസ്സ് വേണം? 35 വയസ്സ് പ്രായമെങ്കിലും വേണം. 35 വയസ്സ് പ്രായമുള്ളവർക്ക് മാത്രമേ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിക്കുവാൻ സാധിക്കൂ. ഇന്ത്യ ഗവൺമെന്റിൽ രാഷ്ട്രപതിക്ക് ശേഷമുള്ള ഉയർന്ന പദവി, ഇന്ത്യയിലെ 2ാമത്തെ ഉയർന്ന പദവി എന്നിവയാണ് ഉപരാഷ്ട്രപതിയുടേത്. അപ്പൊ ഉപരാഷ്ട്രപതിയുടേത് എങ്ങനത്തെയാണ് പദവി പറയുന്നത്? ഇന്ത്യ ഗവൺമെന്റിൽ രാഷ്ട്രപതിക്ക് ശേഷമുള്ള ഉയർന്ന പദവി, അല്ലാന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ 2ാമത്തെ ഉയർന്ന പദവിയാണ് ആർക്കുള്ളത്? ഉപരാഷ്ട്രപതിക്കുള്ളത്, വൈസ് പ്രസിഡന്റിനുള്ളത്. ഇന്ത്യയുടെ പാർലമെന്റിന്റെ ഉപരിസഭയായ അപ്പൊ ഒരു ക്വസ്റ്റ്യൻ ആണല്ലോ, ഇന്ത്യയുടെ പാർലമെന്റ് ഉപരിസഭ എന്ന് പറയുന്നത് ഏതാണ്? രാജ്യസഭയാണ്. അല്ല, ലോകസഭ എന്നാ പറയുന്നത് അധോസഭ എന്നല്ലേ. ഉപരിസഭയായ രാജ്യസഭയുടെ അധ്യക്ഷൻ എന്ന നിയമനിർമ്മാണ അധികാരവും ഉപരാഷ്ട്രപതിയിൽ നിക്ഷിപ്തമാണ്. നമുക്കറിയാലോ, രാജ്യസഭയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ആരാണ്? എപ്പോഴും ഉപരാഷ്ട്രപതി ആയിരിക്കും. ആ ഒരു ഇതും ഉപരാഷ്ട്രപതിയിൽ നിക്ഷിപ്തമാണ്. അപ്പൊ ഉപരാഷ്ട്രപതിയുടെ വകുപ്പ് പറയുന്നത് 66(3) പാർലമെന്റിലെ ഇരുസഭകളിലെ അംഗങ്ങളാണ് ഉപരാഷ്ട്രപതി തിരഞ്ഞെടുക്കുന്നത്. 35 വയസ്സ് ആയിരിക്കണം. അതുപോലെ തന്നെ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ പാർലമെന്റ് അംഗങ്ങൾ മാത്രമേ വോട്ട് ചെയ്യൂ. സംസ്ഥാന നിയമസഭാ അംഗങ്ങൾക്ക് വോട്ട് ചെയ്യുവാനായിട്ട് പാടില്ല. ഇന്ത്യയുടെ പാർലമെന്റ് ഉപരിസഭയായ രാജ്യസഭയുടെ അധ്യക്ഷൻ എന്ന് പറയുന്ന ആരാണ്? ഉപരാഷ്ട്രപതി ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഏതാണ്? ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ചോദിച്ചിരിക്കുന്നത്. ഇതെപ്പോഴും ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ചോദിച്ചിരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഏതാണ്?
ഏതാണ്? ഇന്ത്യയാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം എന്ന് പറയുന്നത് ഇന്ത്യയാണ്. എന്നാൽ ആദ്യത്തെ ജനാധിപത്യ രാജ്യം ചോദിക്കുകയാണെങ്കിൽ, ലോകത്തിലെ ആദ്യത്തെ ജനാധിപത്യ രാജ്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്രീസ് ആണ്. ഭരണഘടനാ ആശയം എന്ന നിലവിൽ ഭരണഘടന എന്ന ആശയം നിലവിൽ വന്ന രാജ്യം ചോദിക്കുകയാണെങ്കിൽ അമേരിക്കയാണ്. അമേരിക്കയിലാണ് ഭരണഘടന എന്ന ആശയം ആദ്യമായിട്ട് നിലവിൽ വന്നത്. ഇപ്പോഴും നിലനിൽക്കുന്ന ലോകത്തെ ഏറ്റവും പഴയ ജനാധിപത്യ ഭരണഘടനയാണ് ബ്രിട്ടൻ എന്ന് പറയുന്നത്. ബ്രിട്ടനിലാണ് ഇപ്പോഴും നിലനിൽക്കുന്ന ലോകത്തിലെ ഏറ്റവും പഴയ ജനാധിപത്യ ഭരണഘടന എന്ന് പറയുന്നത് ബ്രിട്ടനാണ്. പാർലമെന്റുകളുടെ മാതാവ് എന്നറിയപ്പെടുന്ന ഏതാണ്? ബ്രിട്ടനെയാണ്. അപ്പൊ ലോകത്തെ ആദ്യത്തെ ജനാധിപത്യ രാജ്യം ഏതാണ്? ഗ്രീസ് ആണ്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ചോദിക്കുകയാണെങ്കിൽ ഇന്ത്യയാണ്. ഭരണഘടന എന്ന ആശയം നിലവിൽ വന്ന രാജ്യം അമേരിക്കയാണ്. ഇപ്പോൾ നിലനിൽക്കുന്ന ലോകത്തെ ഏറ്റവും പഴയ ജനാധിപത്യ ഭരണഘടനയാണ് ബ്രിട്ടന്റേത്. പാർലമെന്റുകളുടെ മാതാവ് എന്നറിയപ്പെടുന്നതാണ് ബ്രിട്ടനാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സംസ്ഥാന നിയമസഭയുടെ സമ്മേളനങ്ങൾ വിളിക്കുന്നതും നീട്ടിവെക്കുന്നതും സംബന്ധിച്ച് ആരാണ് ഗവർണറെ ഉപദേശിക്കേണ്ടത്? സംസ്ഥാന നിയമസഭയുടെ സമ്മേളനങ്ങൾ വിളിക്കുന്നതും നീട്ടിവെക്കുന്നതും സംബന്ധിച്ച് ആരാണ് ഗവർണറെ ഉപദേശിക്കുന്ന? ആരാണ്? മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രിയുടെ അധികാരങ്ങളും പ്രവർത്തനങ്ങളും ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഗവർണറെ സഹായിക്കുവാനും ഉപദേശിക്കുവാനും മന്ത്രിസഭയുടെ തലവൻ ആരാണ്? മുഖ്യമന്ത്രിയാണ്. മന്ത്രിസഭയുടെ തലവൻ. നിയമസഭയുടെ നേതാവ് ആരാണ്? മുഖ്യമന്ത്രിയാണ്. നിയമസഭയുടെ നേതാവ്. നിയമസഭ പിരിച്ചുവിടാൻ ഗവർണറോട് ശുപാർശ ചെയ്യുന്ന ആരാണ്? മുഖ്യമന്ത്രിയാണ്. അപ്പൊ എന്തൊക്കെയാണ് പറയുന്നത്? മുഖ്യമന്ത്രിയുടെ അധികാരങ്ങൾ: ഗവർണറെ സഹായിക്കുക, ഉപദേശിക്കുക. മന്ത്രിസഭയുടെ തലവനാണ് മുഖ്യമന്ത്രി. നിയമസഭയുടെ നേതാവാണ്. നിയമസഭ പിരിച്ചുവിടാൻ ഗവർണറോട് ശുപാർശ ചെയ്യുന്ന ആരാണ്? മുഖ്യമന്ത്രിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 153 എന്തിനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്? 153 ആർട്ടിക്കിൾ 153 എന്തിനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്? ഗവർണറെ കുറിച്ചിട്ടാണ്. ആർട്ടിക്കിൾ 153 പറയുന്നതാണ് എല്ലാ സംസ്ഥാനത്തും ഗവർണർ ഉണ്ടാവണം എന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ 153. ഇനി ആർട്ടിക്കിൾ 154 എന്നാണ് പറയുന്നത്, സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക അധികാരം ഗവർണർ നിക്ഷിപ്തമാണ്. സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക അധികാരം ഗവർണർ നിക്ഷിപ്തമാണെന്ന് പറയുന്നത് 154 സംസ്ഥാന കാര്യനിർവഹണത്തിന്റെ തലവനാണ് ഗവർണർ. സംസ്ഥാന കാര്യനിർവഹണത്തിന്റെ തലവനാണ് ഗവർണർ. 1956 ഭരണഘടനാ ഭേദഗതിയുടെ അടിസ്ഥാനത്തിൽ ഒരു വ്യക്തിക്ക് ഒന്നിലധികം സംസ്ഥാനത്തെ ഗവർണറായി പ്രവർത്തിക്കുവാൻ കഴിയും. ഒരു വ്യക്തിക്ക് ഒന്നിലധികം സംസ്ഥാനങ്ങളുടെ ഗവർണറായിട്ട് പ്രവർത്തിക്കുവാനായിട്ട് കഴിയും. ഏത് ഭേദഗതിയാണെന്ന് ചോദിച്ചാൽ ഏതാണ്? 1956 ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. കേന്ദ്ര മന്ത്രിസഭയുടെ ഉപദേശപ്രകാരം രാഷ്ട്രപതിയാണ് ഗവർണർ നിയമിക്കുന്നത്. അപ്പൊ ഗവർണറാണ് നിയമിക്കുന്ന രാഷ്ട്രപതിയാണ്. ആരുടെ ഉപദേശപ്രകാരം? കേന്ദ്ര മന്ത്രിസഭയുടെ ഉപദേശപ്രകാരം. ഇനി ഗവർണറുടെ ഔദ്യോഗിക കാലാവധി എത്രയാണ്? 5 വർഷമാണ്. കാലാവധി എത്രയാണ്? 5 വർഷമാണ്. അപ്പൊ നമ്മൾ എന്തൊക്കെയാണ് ഗവർണറെ കുറിച്ച് പറഞ്ഞത്? 153 ആർട്ടിക്കിളിലാണ് സംസ്ഥാനത്ത് എല്ലായിടത്തും ഗവർണർ ഉണ്ടാവണം എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 154 പറയുന്നു സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക അധികാരം എന്ന് പറയുന്നത് ഗവർണർ നിക്ഷിപ്തമാണെന്ന്. സംസ്ഥാന കാര്യനിർവഹണത്തിന്റെ തലവനാണ് ഗവർണർ. 1956 ഭരണഘടനാ ഭേദഗതിയുടെ അടിസ്ഥാനത്തിലാണ് എന്ന് പറയുന്നത് ഒരു വ്യക്തിക്ക് ഒന്നിലധികം സംസ്ഥാനത്തെ ഗവർണറായി പ്രവർത്തിക്കുവാൻ കഴിയുമെന്ന് പറയുന്നത്. കേന്ദ്ര മന്ത്രിസഭയുടെ ഉപദേശപ്രകാരം രാഷ്ട്രപതിയാണ് ഗവർണർ നിയമിക്കുന്നത്. ഗവർണറുടെ ഔദ്യോഗിക കാലാവധി 5 വർഷമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യൻ പാർലമെന്റിന്റെ ആദ്യ സംയുക്ത സമ്മേളനം ഏത് നിയമം പാസ്സാക്കാൻ വേണ്ടിയായിരുന്നു? ഇന്ത്യൻ പാർലമെന്റ് ആദ്യത്തെ സംയുക്ത സമ്മേളനം ഏത് നിയമം പാസ്സാക്കാനായിരുന്നു? സ്ത്രീധന നിരോധന നിയമം പാസ്സാക്കാനായിരുന്നു. എന്നാണ് സ്ത്രീധന നിരോധന നിയമം എന്ന് വെച്ചാൽ നോക്കാം. വിവാഹവുമായി ബന്ധപ്പെട്ട് വിവാഹ സമയത്തോ അതിനു മുമ്പോ ശേഷമോ വിവാഹിതരാകുന്ന കക്ഷികളിൽ ഒരാൾ മറ്റൊരാൾക്ക് കൊടുക്കുന്നതോ വിവാഹിതരാകുന്നവരുടെ മാതാപിതാക്കളോ മറ്റാരെങ്കിലുമോ വധുവിനോ വരണ മറ്റാർക്കെങ്കിലും കൊടുക്കുന്ന എല്ലാ സ്വത്തുക്കളും വിലയുള്ള പ്രമാണങ്ങളൊക്കെ എന്താ പറയുന്നത്? സ്ത്രീധനം എന്ന് പറയുന്നു. അപ്പൊ സ്ത്രീധനം എന്ന് വെച്ചാൽ എന്താണ് പറയുന്നത്? വിവാഹവുമായി ബന്ധപ്പെട്ട് വിവാഹ സമയത്ത് അല്ലെങ്കിൽ അതിനു മുമ്പോ ശേഷമോ ഒക്കെ വിവാഹിതരാകുന്ന കക്ഷികളിൽ ഒരാൾ മറ്റൊരാൾ കൊടുക്കുന്നതോ വിവാഹിതരാകുന്നവരുടെ മാതാപിതാക്കളോ മറ്റാരെങ്കിലോ വധുവിനോ വരനോ മറ്റാർക്കെങ്കിലുമോ കൊടുക്കുന്ന എല്ലാ സ്വത്തുക്കളും എന്താണ്? വിലയുള്ള പ്രമാണങ്ങളൊക്കെ എന്താണ്? സ്ത്രീധനമാണ്. ഇനി സ്ത്രീധന നിരോധന നിയമത്തിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചതാണ് 1961 മെയ് 20 എപ്പോഴും ചോദിക്കാറുണ്ട്. ഈ ഇയർ പഠിച്ചേക്ക്. 1961 സ്ത്രീധന നിരോധന നിയമത്തിൽ രാഷ്ട്രപതി ഒപ്പുവെക്കുന്നത്. സ്ത്രീധനം വാങ്ങുന്നതും കൊടുക്കുന്നതും വാങ്ങാനും കൊടുക്കാനും പ്രേരിപ്പിക്കുന്നതും 5 വർഷത്തിൽ കുറയാതെ തടവ് ശിക്ഷ ലഭിക്കുന്ന കുറ്റമാണ്. 15,000 രൂപയോ സ്ത്രീധന തുകയോ ഏതാണോ കൂടുതൽ ആസംഖ്യക്കുള്ള പിഴശിക്ഷയും ഉണ്ടായിരിക്കണം. സ്ത്രീധനം ആവശ്യപ്പെടുന്നതിനുള്ള ശിക്ഷ എത്രയാണ്? 6 മാസം മുതൽ 2 വർഷം വരെ തടവും 10,000 രൂപ പിഴയും ലഭിക്കുന്നുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാമാണ്? ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഇന്ത്യൻ തെരഞ്ഞെടുപ്പിൽ കമ്മീഷൻ ഇപ്പോൾ 3 പേർ അടങ്ങുന്ന സമിതിയാണെന്നാണ് പറയുന്നത്. ഏതാണ്? ശരിയാണല്ലോ. ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ഇപ്പോൾ 3 പേരടങ്ങുന്ന സമിതിയാണ്. രാഷ്ട്രപതിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കുന്നത്. രാഷ്ട്രപതിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കുന്നത്. തെരഞ്ഞെടുപ്പ് നടത്താൻ വിപുലമായ ഉദ്യോഗസ്ഥ കമ്മീഷൻ ഉണ്ടെന്ന് പറയുന്നത് അത് തെറ്റാണ് വരുന്നത്.
രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, രാജ്യസഭ, ലോകസഭ, സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടത്തുന്ന ആരാണ്? ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, രാജ്യസഭ, ലോകസഭ, സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടത്തുന്ന ആരാണ്? ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ചോദിച്ചിട്ടുണ്ട് കേട്ടോ, പഠിച്ചിരിക്കാം. അപ്പൊ ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമിക്കുന്ന ആരാണ്? രാഷ്ട്രപതിയാണ്. ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ നിയമിക്കുന്ന രാഷ്ട്രപതിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? സുകുമാർ സെൻ ആണ്. സുകുമാർ സെൻ ആണ് ചോദിക്കാറുണ്ട്. ഇന്ത്യയിലെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? സുകുമാർ സെൻ ആണ്. കേരളീയനായ ആദ്യത്തെ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ചോദിക്കുകയാണെങ്കിൽ ടി എൻ ശേഷനാണ്. കേരളീയനായ ആദ്യത്തെ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? ടി എൻ ശേഷനാണ്. ഇനി റമൺ മാഗ്സെ പുരസ്കാർ ലഭിച്ച മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? ടി എൻ ശേഷൻ തന്നെയാണ് റമൺ മാഗ്സെ പുരസ്കാർ ലഭിച്ച മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറും. അതുപോലെ തന്നെ കേരളീയനായ ആദ്യത്തെ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ കൂടിയാണ് ടി എൻ ശേഷൻ. ഇന്ത്യയിലെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? സുകുമാർ സെൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സംസ്ഥാന നിയമസഭയുടെ രണ്ടാമത്തെ സഭ എന്നറിയപ്പെടുന്നത്, സംസ്ഥാന നിയമസഭയുടെ രണ്ടാമത്തെ സഭ എന്നറിയപ്പെടുന്നത് ഇതിനെയാണ്? ലെജിസ്ലേറ്റീവ് കൗൺസിൽ. ലെജിസ്ലേറ്റീവ് കൗൺസിലാണ് സംസ്ഥാന നിയമസഭയുടെ രണ്ടാമത്തെ സഭ എന്നറിയപ്പെടുന്നത്. വിധാൻസഭ എന്നറിയപ്പെടുന്നത് ഏകീകൃത നിയമസഭയാണ്. വിധാൻസഭ എന്നറിയപ്പെടുന്നതാണ് നിയമസഭയാണ്. വിധാൻ പരിഷത്ത് എന്നറിയപ്പെടുന്നത് ദ്വിസഭ നിയമസഭയാണ്. അപ്പൊ വിധാൻ പരിഷത്ത് എന്നറിയപ്പെടുന്നതാണ് ദ്വിസഭ നിയമസഭയാണ്. എന്നാൽ വിധാൻസഭ എന്നറിയപ്പെടുന്നതാണ് ഏകീകൃത സഭയാണ്. ആന്ധ്രാപ്രദേശ്, ബീഹാർ, കർണാടക, മഹാരാഷ്ട്ര, തെലങ്കാന, ഉത്തർപ്രദേശ് എന്നിവയാണ് ദ്വിസഭ നിയമസഭയുടെ സംസ്ഥാനങ്ങൾ. ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ആന്ധ്രാപ്രദേശ്, ബീഹാർ, കർണാടക, മഹാരാഷ്ട്ര, തെലങ്കാന, ഉത്തർപ്രദേശ് എന്നിവയാണ് ദ്വിസഭ നിയമസഭയുള്ള സംസ്ഥാനങ്ങൾ. ഈ സംസ്ഥാനങ്ങൾക്കും ലെജിസ്ലേറ്റീവ് കൗൺസിലും ലെജിസ്ലേറ്റീവ് അസംബ്ലിയും വേണ്ടി. സംസ്ഥാനങ്ങൾക്ക് എന്താണ്? ലെജിസ്ലേറ്റീവ് കൗൺസിലും ലെജിസ്ലേറ്റീവ് അസംബ്ലിയും ഉണ്ട്. ഏതൊക്കെയാണ് സ്ഥലങ്ങൾ? ഏതൊക്കെയാണ് സംസ്ഥാനങ്ങൾ? ആന്ധ്രാപ്രദേശ്, ബീഹാർ, കർണാടക, മഹാരാഷ്ട്ര, തെലങ്കാന, ഉത്തർപ്രദേശ് എന്നിവയ്ക്കാണ് ദ്വിസഭയുള്ള നിയമസഭയുള്ള സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത്. വിധാൻ പരിഷത്ത് എന്നറിയപ്പെടുന്നത് ദ്വിസഭ നിയമസഭയാണ്. എന്നാൽ വിധാൻ സഭ എന്നറിയപ്പെടുന്നത് ഏകീകൃത നിയമസഭയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ട സംസ്ഥാനങ്ങളിൽ സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയങ്ങളിൽ നിയമനിർമ്മാണം നടത്തുവാൻ അധികാരമുള്ളത് ആർക്കാണ്? അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ട സമയങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ട സംസ്ഥാനങ്ങളിൽ സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയങ്ങളിൽ നിയമനിർമ്മാണം നടത്തുവാനുള്ള അധികാരം ആർക്കാണ്? പാർലമെന്റിനാണ്. രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന സമയത്ത് പൊതു ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയങ്ങളിലെ നിയമനിർമ്മാണത്തിന് അധികാരം ആർക്കാണ്? പാർലമെന്റിനാണ്. അതായത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നേരത്തെ യൂണിയൻ ലിസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു കേന്ദ്രത്തിനാണ്, സ്റ്റേറ്റ് ലിസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ സംസ്ഥാനത്തിനാണെന്നൊക്കെ പറഞ്ഞല്ലോ. പക്ഷെ അതൊക്കെ വിട്ടിട്ട് രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ നിയമനിർമ്മാണത്തിലുള്ള അധികാരം ആർക്കാണ്? പാർലമെന്റിനാണ്. ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന ആരാണ്? രാഷ്ട്രപതിയാണല്ലോ. ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന ആരാണ്? രാഷ്ട്രപതിയാണ്. ഇന്ത്യയിൽ ആദ്യമായി ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച വർഷം 1962-ലാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് 1962-ലാണ്. ഭരണം നേടിയ ആർട്ടിക്കിൾ 352 ദേശീയ അടിയന്തരാവസ്ഥയെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. ചോദിക്കാറുണ്ടല്ലോ. അടിയന്തരാവസ്ഥയെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 352-ലാണ്. ആർട്ടിക്കിൾ 352-ലാണ് അടിയന്തരാവസ്ഥയെ കുറിച്ച് പറയുന്നത്. ആർട്ടിക്കിൾ 352-ലാണ്. ആർട്ടിക്കിൾ 356 സംസ്ഥാന അടിയന്തരാവസ്ഥയെ കുറിച്ച് പറയുന്നു. ആർട്ടിക്കിൾ 352 ദേശീയ അടിയന്തരാവസ്ഥയെ കുറിച്ചാണ് പറയുന്നത്. ആർട്ടിക്കിൾ 356 സംസ്ഥാന അടിയന്തരാവസ്ഥയെ കുറിച്ച് പറയുന്നു. ആർട്ടിക്കിൾ 358 അടിയന്തര ഘട്ടങ്ങളിൽ ആർട്ടിക്കിൾ 19 വ്യവസ്ഥകൾ താൽക്കാലികമായി നിർത്തുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ആർട്ടിക്കിൾ 358 ആർട്ടിക്കിൾ 358 അതായത് 19 നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, കുറച്ച് സ്വാതന്ത്ര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അഭിപ്രായ സ്വാതന്ത്ര്യം, സംഘടനാ സ്വാതന്ത്ര്യം, സമ്മേളിക്കാനുള്ള സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞിട്ട് 5 സ്വാതന്ത്ര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ കട്ട് ചെയ്യാതെ താൽക്കാലികമായിട്ട് നിർത്തുന്ന ഒരു ഉദാഹരണത്തിൽ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ആർട്ടിക്കിൾ 358 ആർട്ടിക്കിൾ 359 അടിയന്തര ഘട്ടങ്ങളിൽ മൗലിക അവകാശങ്ങൾ നടപ്പാക്കുന്നത് താൽക്കാലികമായി നിർത്തുന്നതിനെ കുറിച്ചാണ് ആർട്ടിക്കിൾ 359 പറയുന്നത്. ആർട്ടിക്കിൾ 359 മൗലിക അവകാശങ്ങൾ താൽക്കാലികമായിട്ട് നിർത്തുന്നതിനെ കുറിച്ച് പറയുന്നു. ആർട്ടിക്കിൾ 360 എന്നാണ് സാമ്പത്തിക അടിയന്തരാവസ്ഥയെ കുറിച്ച് പറയുന്നത്. ആർട്ടിക്കിൾ 360 സാമ്പത്തിക അടിയന്തരാവസ്ഥയെ കുറിച്ച് പറയുന്നത്. ആർട്ടിക്കിൾ 360 അപ്പൊ എന്തൊക്കെയാണ് പറഞ്ഞത്? രാജ്യത്തിന്റെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന സമയത്ത് പൊതു ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയങ്ങൾ നിയമനിർമ്മാണത്തിലുള്ള അധികാരം എന്ന് പറയുന്നത് പാർലമെന്റിനാണ്. ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന രാഷ്ട്രപതിയാണ്. ആദ്യമായിട്ട് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് 1962-ലാണ്. ആർട്ടിക്കിൾ ചോദിക്കുകയാണെങ്കിൽ 352 ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. 356 സംസ്ഥാന അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. 358 എന്ന് പറയുന്നത് 19ാമത്തെ ആർട്ടിക്കിൾ താൽക്കാലികമായിട്ട് നിർത്തുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ആർട്ടിക്കിൾ 359 പറയുന്ന നാണാടിയന്തര ഘട്ടങ്ങളിൽ മൗലിക അവകാശങ്ങൾ നടപ്പാക്കുന്ന താൽക്കാലികമായിട്ട് നിർത്തുന്നതിനെ കുറിച്ച് പറയുന്നതാണ് ആർട്ടിക്കിൾ 359. ആർട്ടിക്കിൾ 360 സാമ്പത്തിക അടിയന്തരാവസ്ഥയെ കുറിച്ചാണ് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
പ്രസ്താവനകൾ പരിഗണിക്കുക. എന്താണ്? തണ്ണീർത്തടങ്ങളുടെയും തണ്ണീർത്തട വിഭവങ്ങളുടെയും സംരക്ഷണത്തിനായിട്ട് വിവേകപൂർവമായ വിനിയോഗത്തിനുമായി രാജ്യാന്തര തലത്തിലുള്ള നടപടിയാണ് റംസാർ ഉടമ്പടി എന്ന് പറയുന്നുണ്ട്. ശരിയാണല്ലോ, ശരിയാണല്ലേ. തണ്ണീർത്തടങ്ങളുടെയും തണ്ണീർത്തട വിഭവങ്ങളുടെയും സംരക്ഷണത്തിന് വേണ്ടി വിവേകപൂർവമായ വിനിയോഗത്തിനുമായി രാജ്യാന്തര തലത്തിൽ നിലവിൽ വന്ന ഉടമ്പടിയാണ് ഈ റാംസാർ ഉടമ്പടി എന്ന് പറയുന്നത്. 1975 ഫെബ്രുവരി 1 ഇന്ത്യ റാംസാർ കൺവെൻഷൻ അംഗമായി എന്ന് പറയുന്നത് തെറ്റാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റാംസാർ സൈറ്റുകൾ ഉൾക്കൊള്ളുന്ന സംസ്ഥാനം എന്ന് പറയുന്നത് മധ്യപ്രദേശ് ആണെന്നാണ് പറയുന്നത്. അതും തെറ്റാണ്. നമുക്ക് നോക്കാം റാംസാർ സൈറ്റിനെ കുറിച്ച് നമുക്ക് എന്നാ പറയുന്നത് നോക്കാം. പ്രസ്താവന 2 തെറ്റാണ്. 1982 ഫെബ്രുവരി 1 ഇന്ത്യ റാംസർ കൺവെൻഷനിൽ അംഗമാകുന്നത്. അപ്പൊ ഇന്ത്യ റാംസർ കൺവെൻഷനിൽ അംഗമാകുന്നു ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്? 1982 ഫെബ്രുവരി 1 ഇന്ത്യ റാംസർ കൺവെൻഷനിൽ അംഗമായത്. ഇനി മൂന്നാമത്തെ പ്രസ്താവന നമ്മൾ പറഞ്ഞു, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റാംസർ സൈറ്റുകൾ ഉൾക്കൊള്ളുന്ന ഏതാ സംസ്ഥാനമാണ്? തമിഴ്നാടാണ്. ശരിയായ ഉത്തരമാണ് തമിഴ്നാടാണ്. 1971 റാംസർ ഉടമ്പടി ഒപ്പുവെച്ചതാണ് എന്നാണ്? 1971. 1975 റാംസർ ഉടമ്പടി നിലവിൽ വന്നു. അപ്പൊ റാംസർ ഉടമ്പടി ഒപ്പുവെച്ച് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ 1971. റാംസർ ഉടമ്പടി നിലവിൽ വന്നത് 1975. 1982 ഫെബ്രുവരി 1 ഇന്ത്യ റാംസർ കൺവെൻഷൻ അംഗമായി. അപ്പൊ ഇന്ത്യ അംഗമാകുന്നതാണ് 1982 ഫെബ്രുവരി 1. ഇന്ത്യയിലെ ഏറ്റവും വലിയ റാംസർ സൈറ്റ് എന്ന് പറയുന്നത് പശ്ചിമ ബംഗാളിലെ സുന്ദർബൻസ് ആണ്. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ റാംസർ സൈറ്റ് എന്ന് പറയുന്നത് ഹിമാചൽ പ്രദേശിലെ രേണുക തണ്ണീർത്തടമാണ്. അപ്പൊ എന്താ പറഞ്ഞത്? 1982 ഫെബ്രുവരി 1 ഇന്ത്യ റാംസർ കൺവെൻഷനിൽ അംഗമായത്. അതുപോലെ തന്നെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റാംസർ സൈറ്റുകൾ ഉള്ളത് തമിഴ്നാടാണ്. 1971 റാംസർ ഉടമ്പടി ഒപ്പുവയ്ക്കുന്നത്. 1975 റാംസർ ഉടമ്പടി നിലവിൽ വന്നത്. 1982 ഫെബ്രുവരി 1 ഇന്ത്യ റാംസർ കൺവെൻഷനിൽ അംഗമായിട്ടുണ്ടായിരുന്നു. ഇന്ത്യയിലെ ഏറ്റവും വലിയ റാംസർ സൈറ്റ് പശ്ചിമ ബംഗാളിലെ സുന്ദർബൻസും ചെറിയ റാംസർ സൈറ്റ് എന്ന് പറയുന്നത് ഹിമാചൽ പ്രദേശിലെ രേണുക തണ്ണീർത്തടവുമാണ്. ഈ പ്രസ്താവനകൾ പരിഗണിക്കുക എന്ന് പറയുന്നുണ്ട്. നോക്കാം. ഭൂമിയുടെ ഉടമസ്ഥത, കൈവശാവകാശം എന്നിവ നിർണ്ണയിക്കുന്ന സമ്പ്രദായങ്ങളിലുള്ള മാറ്റമാണ് ഭൂപരിഷ്കരണം എന്നറിയപ്പെടുന്നത്. ശരിയാണ്. തിരുവിതാംകൂറിൽ പണ്ടാരവക അഥവാ സർക്കാർ വക ഭൂമിയിലെ കുടിയാന്മാർക്ക് അവർ കൃഷി ചെയ്യുന്ന ഭൂമി സ്വന്തമായി നൽകാൻ കാരണമായ നിയമമാണ് 1865 പണ്ടാരപ്പാട്ട വിളംബരം എന്ന് പറയുന്നത്. അതും ശരിയാണ്. അപ്പൊ ഭൂപരിഷ്കരണം വെച്ചെന്താണ്? ഭൂമിയുടെ ഉടമസ്ഥത, കൈവശാവകാശമൊക്കെ നിർണ്ണയിക്കുന്ന ഒരു സമ്പ്രദായങ്ങളുള്ള മാറ്റത്തെയാണ് ഭൂപരിഷ്കരണം എന്ന് പറയുന്നത്. അങ്ങനെ തിരുവിതാംകൂറിലെ പണ്ടാരവക അഥവാ സർക്കാർ വക ഭൂമി എന്ന് പറയുന്നത് കുടിയാന്മാർക്ക് ഉണ്ടായിരുന്നു അല്ലെ. ഭൂമി സ്വന്തമായിട്ട് നൽകാൻ കാരണമായിട്ടുള്ള ഒരു വിളംബരമാണ് പണ്ടാരപ്പാട വിളംബരം. 1865 നടന്നത്. ഭൂപരിഷ്കരണം വെച്ചെന്താണ്? നമ്മൾ പറഞ്ഞല്ലേ, ഭൂപരിഷ്കരണം വെച്ചത് ഭൂമിയുടെ ഉടമസ്ഥയും കൈവശാവകാശവും നിർണ്ണയിക്കുന്ന സമ്പ്രദായങ്ങളുടെ മാറ്റത്തെയാണ് വീക്ഷിക്കുന്നത്. 1964 കേരള ഭൂപരിഷ്കരണ നിയമവും നിയമസഭ പാസ്സാക്കിയത് ചോദിച്ചിട്ടുണ്ട്. 1964 കേരള ഭൂപരിഷ്കരണ നിയമം നിലവിൽ വന്നതെന്നാണ്? 1964. 1970 കേരള ഭൂപരിഷ്കരണ ഭേദഗതി നിയമം നിലവിൽ വന്നത്. 1970. കുടിയാന് സർക്കാർ വക പാട്ടവസ്തുക്കളുടെ മേൽ അവകാശം സ്ഥിരപ്പെടുത്തി 1865 ആയിലം തിരുനാൾ പുറപ്പെടുവിച്ച വിളംബരമാണ് പണ്ടാരപ്പാട്ട വിളംബരം. പണ്ടാരപ്പാട്ട വിളംബരം 1865 പുറപ്പെടുവിക്കുന്നത്. കുടിയാന് സർക്കാർ വക പാട്ടവസ്തുക്കളുടെ മേൽ അവകാശം സ്ഥിരപ്പെടുത്തിയിട്ടാണ് 1865 ആയിലം തിരുനാൾ പുറപ്പെടുവിച്ച വിളംബരമാണ് പണ്ടാരപ്പാട്ട വിളംബരം. തിരുവിതാംകൂറിലെ കർഷകരുടെ മേഘ്നാ കാർഡ് ഏതാണ്? പണ്ടാരപ്പാട്ട വിളംബരമാണ്. തിരുവിതാംകൂറിലെ കർഷകരുടെ മേഘ്നാ കാർഡ് എന്നറിയപ്പെടുന്നതാണ് പണ്ടാരപ്പാട്ട വിളംബരമാണ്. അതും പഠിച്ചു വെക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള അവകാശവുമായി ബന്ധപ്പെട്ട ഈ പ്രസ്താവനകളിൽ ശരിയായ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കാം. എന്താണ് പറയുന്നത്? ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പിനെ കുറിച്ചാണ് പറയുന്നത്. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കുറഞ്ഞ പ്രായപരിധി നിർണ്ണയിച്ചിട്ടുണ്ട്. അത് പ്രകാരം ലോക്സഭയിലേക്കും സംസ്ഥാന നിയമസഭകളിലേക്ക് മത്സരിക്കാൻ കുറഞ്ഞത് 25 വയസ്സ് പ്രായമെങ്കിലും ആയിരിക്കണം. ശരിയാണല്ലോ. 25 വയസ്സ് പ്രായമെങ്കിലും ഉണ്ടായാൽ മാത്രമാണ് ലോക്സഭയിലേക്ക് സംസ്ഥാന നിയമസഭകളിലേക്ക് മത്സരിക്കുവാനായിട്ട് പറ്റുള്ളൂ. അതുപോലെ തന്നെ ഏതെങ്കിലും കുറ്റകൃത്യത്തിൽ ഏർപ്പെടുന്നവർക്കോ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ നിന്ന് കാലാകാലങ്ങളിൽ ഗവൺമെന്റ് തീരുമാനിക്കുന്ന നിയമപ്രകാരമായ അയോഗ്യത ഉണ്ടായിരിക്കും. അതും ശരിയാണ്. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന അവകാശത്തിൽ വരുമാനം, വിദ്യാഭ്യാസം, വർണ്ണം, ലിംഗം എന്നിവയുടെ അടിസ്ഥാനത്തിൽ വിവേചനം പാടില്ല. ഇന്ത്യയിൽ സ്വതന്ത്രവും നിഷ്പക്ഷവും നീതിയുക്തവുമായ തെരഞ്ഞെടുപ്പിൽ നടത്തുന്ന ആരാണ്? കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. വിവേചനം പാടില്ല. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് തെരഞ്ഞെടുപ്പുകൾ നടത്തുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ശരിയായ പ്രസ്താവനകൾ തെരഞ്ഞെടുക്കുക. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ആദ്യം നടപ്പാക്കിയത് കേരളത്തിലെ ജില്ലയാണ്? പാലക്കാട്, വയനാട് അല്ലെ. പാലക്കാട്, വയനാടാണ് ആദ്യമായിട്ട് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ആദ്യമായിട്ട് നടപ്പിലാക്കേണ്ട. NRA EGP എന്ന് പറയുന്നതാണ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറയുന്നതാണ്. കേരളത്തിലെ നഗരപ്രദേശങ്ങളെ അറിയപ്പെടുന്നതാണ് അയ്യങ്കാളി ദേശീയ നഗര തൊഴിലുറപ്പ് പദ്ധതി എന്നാണ്.
നഗരപ്രദേശങ്ങൾ അറിയപ്പെടുന്നത് ഇതെന്താണ്? അയ്യങ്കാളി ദേശീയ നഗര തൊഴിലുറപ്പ് പദ്ധതി എന്നാണ്. അപ്പൊ ഇവിടെ രജിസ്റ്റർ ചെയ്തവർക്ക് ജോബ് കാർഡ് നൽകുന്ന കേന്ദ്ര സർക്കാരാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. തെറ്റാണ് വരുന്നത്. നമുക്ക് നോക്കാം. രജിസ്റ്റർ ചെയ്തവർക്ക് ജോബ് കാർഡ് നൽകുന്ന ഗ്രാമപഞ്ചായത്താണ്. ഗ്രാമപഞ്ചായത്താണ് തൊഴിലുറപ്പ് പദ്ധതി രജിസ്റ്റർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ കാർഡ് നൽകുന്ന ആരാണ്? ഗ്രാമപഞ്ചായത്താണ്. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം പാസ്സാക്കാൻ പ്രവർത്തിച്ച സംഘടനയാണ് മസ്ദൂർ കിസാൻ ശക്തി സംഘടന എന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലെ. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം പാസ്സാക്കാൻ പ്രവർത്തിച്ച സംഘടന കൂടിയാണ് മസ്ദൂർ കിസാൻ ശക്തി സംഘടന. ഈ പദ്ധതി പ്രകാരം ഒരാൾക്ക് ഒരു വർഷം 100 ദിവസം തൊഴിലുറപ്പ് നൽകുന്നത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഒരു വർഷം എത്ര ദിവസമാണ്? 100 ദിവസമാണ് തൊഴിലുറപ്പ് നൽകുന്നത്. 100 ദിവസമാണ്. പദ്ധതിയുടെ നടത്തിപ്പിനായുള്ള ഫണ്ട് വിഹിതം 90:10. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ. പദ്ധതിയുടെ ചുമതല വഹിക്കുന്ന ആരാണ്? ഗ്രാമപഞ്ചായത്താണ്. പദ്ധതി ചുമതല വഹിക്കുന്ന ആരാണ്? ഗ്രാമപഞ്ചായത്താണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചേരുംപടി ചേർക്കുക. പദ്ധതികളുടെ വർഷമാണ് ചോദിച്ചിരിക്കുന്നത്. JRY വന്നത് 1989 JRY നിലവിൽ വന്നത്. NFFWP വന്നത് 2004 PMRY വന്നതെന്നാണ് 1993 PMRY വന്നത്. ട്രൈസം 1979 വന്നത്. അപ്പൊ JRY എന്ന് വെച്ചാൽ ജവഹർ റോസ്ഗാർ യോജനയാണ്. നിലവിൽ വന്നത് 1989 ഏപ്രിൽ 1 ഏപ്രിൽ 1 GRY നിലവിൽ വന്നത്. അന്ന് പ്രധാനമന്ത്രി ആരായിരുന്നു? രാജീവ് ഗാന്ധി ആയിരുന്നു. നാഷണൽ ഫുഡ് ഫോർ വർക്ക് പ്രോഗ്രാം എന്നാണ് NFFWP എന്ന് പറയുന്നത്. എന്താണ്? നാഷണൽ ഫുഡ് ഫോർ വർക്ക് പ്രോഗ്രാം നിലവിൽ വന്നത് 2004 നവംബർ 14 അന്ന് പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ആയിരുന്നു. പ്രധാനമന്ത്രി റോസ്ഗാർ യോജനയാണ് PMRY എന്ന് പറയുന്നത്. അത് നിലവിൽ വന്നത് 1993 ഒക്ടോബർ 2 അന്നത്തെ പ്രധാനമന്ത്രി PV നരസിംഹ റാവു ആയിരുന്നു. ട്രെയിനിങ് ഓഫ് റൂറൽ യൂത്ത് ഫോർ സെൽഫ് ട്രൈസമ്മിനെ പറയുന്നതാണ്. ട്രെയിനിങ് ഓഫ് റൂറൽ യൂത്ത് ഫോർ സെൽഫ് നിലവിൽ വന്നത് 1979 ഓഗസ്റ്റ് 15 അന്ന് പ്രധാനമന്ത്രി ആരായിരുന്നു? ചരൺ സിംഗ് ആയിരുന്നു.